ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായമാണ്. അതിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മറുപടി നൽകി. അതേ അർത്ഥത്തിൽ മറുപടി നൽകാൻ എന്തായാലും ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി ഒരാളെ അങ്ങനെ മോശമാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല ഞങ്ങളുടേത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അദ്ദേഹം കേരളത്തിൽ നിന്നും ഉയർന്നു പോയ ഒരാളാണല്ലോ. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തോട് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ടോ? സഹകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അത് മുടക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരള സംസ്ഥാന വികസന മുടക്ക് വകുപ്പ് മന്ത്രി എന്ന് വിശേഷിപ്പിച്ചത്. അത് ജനങ്ങൾ പൊതുവെ പറയുന്ന കാര്യമാണ്. പിന്നെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട പണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്താൽ നിറഞ്ഞ പണം കേന്ദ്രം LDF സർക്കാർ ആയതുകൊണ്ട് നൽകാൻ തയ്യാറല്ല, തരുന്നില്ല, പിടിച്ചു വെക്കുകയാണ്. അതിനോട് അദ്ദേഹം തന്നെ പറഞ്ഞ സമീപനം ശരിയാണോ? അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്വത്തുനിന്ന് പണം ചോദിച്ചതല്ലല്ലോ, നമുക്ക് അവകാശപ്പെട്ട പണമാണ്, അതാണ് ചോദിച്ചത്. അപ്പോൾ ജനിച്ചു വളർന്ന ഒരു നാട് നശിച്ചു കാണാനുള്ളൊരു വികൃത മനസ്സായി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം വല്ലാതെ പറയണ്ട. നമോ പൂജ്യ നിവാരണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ജനങ്ങൾ കൂടുതൽ സീറ്റ് നൽകി വീണ്ടും അധികാരത്തിലെത്തിച്ച LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ശ്രമമൊക്കെ തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്.